വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ദുബായിലൊരു അൽ ഖുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണ്. ആർട്ടിഫിഷ്യൽ ലേക്ക് അല്ല, അതെ, എക്സ്പോ ലേക്ക്. അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഇന്ന് ന്യൂ ഇയർ ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ബാർബിക്യൂ പാർട്ടി പോലെയൊക്കെ ആയിട്ട് അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് നൈറ്റിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചത്. നല്ല തണുപ്പാണ് ഇവിടെ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല തണുപ്പ് കൂടുന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഈ പ്ലേസ് എല്ലാവരുടെയും ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ടെൻറ്റൊക്കെ കെട്ടി എല്ലാ കൊല്ലവും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു സ്പേസാണ്. രഘുങ്കൾ, ഇത് വ്ളോഗിലിട്ടാ കുഴപ്പമുണ്ടോ? മണ്ണ് കൊണ്ടുപോയി. ഒരു ഡെസേർട്ട് ഏരിയ ആണ് ഇവിടെ. മണ്ണ് പൂണ്ടുപോയി എന്നല്ലേ എന്നെ പറയാ. മണ്ണ് ടയറുള്ളിലേക്ക് പോയി. അപ്പോൾ അത് ശരിയാക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാമ്പിംഗ് പോലെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. ബാക്കിയുള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ. ഇവിടെ നമ്മളെല്ലാവരും കൂടെ നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ കാറ് നിന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ക്യാമ്പിങ്ങിന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ സാധനങ്ങളെല്ലാം എല്ലാവരും കൂടെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അതിൽ ടെൻ്റ് ഉണ്ട്, പിന്നെ ലൈറ്റ്സ് ഉണ്ട്, പിന്നെ ഫുഡ് ഐറ്റംസ് എല്ലാം കാറിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ പോവായിരുന്നു. അപ്പോൾ ഇതാണ് രഘു അങ്കിളും ദീപ്തി ആൻറ്റിയും, ഞങ്ങളുടെ വളരെ അടുത്ത ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ ആൻറ്റിയുടെ കയ്യിലിരിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ലൈറ്റാണ് കേട്ടോ. ഈ ലൈറ്റ് നമ്മൾ കാറിൽ കണക്ട് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുക. ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് ലൈറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് കാറിൽ കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്നാണ് പറഞ്ഞത്. വെളിച്ചം കിട്ടി. ഈ അങ്കിൾമാര് ടേബിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ചെയർ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം വലിയ ധൈര്യം ഇല്ലായിരുന്നു കേട്ടോ ഈ ചെയറിലിരിക്കാൻ. അഥവാ ഇതെങ്ങാനും പൊട്ടി പോവോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആൻറ്റി പറഞ്ഞു അങ്ങനത്തെ സീനൊന്നും ഇല്ലയെന്ന്. എനിക്ക് എത്തിയ ഉടനെ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആൻറ്റി നല്ല കപ്പയും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റേ തട്ടാൻ തുടങ്ങി കേട്ടോ. അത് ഒരു ഫുൾ പാക്കറ്റ് ഒമാനി ചിപ്സ് ആണ്. ഇത് നിങ്ങളുടെ ആ ടൈപ്പ് കപ്പയായിരിക്കില്ല ചിലപ്പോൾ. ഈ ന്യൂ ഇയറിന്റെ ഇതിൽ ആദ്യമായിട്ടായിരിക്കും സാധനം എടുത്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന കാര്യം. കപ്പ കഴിച്ചിട്ട് ഞാൻ അവിടുത്തെ ചോക്ലേറ്റ് ഡോണറ്റ്സും കഴിച്ചു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയറ് കെട്ടിയിട്ട് നടുക്കിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു കാറ് മണ്ണിൽ ഇങ്ങനെ പൂഴ്ന്തി പോയി കഴിഞ്ഞാൽ വേറൊരു കാറ് വെച്ചിട്ട് അതിനെ പുള്ളി ചെയ്യുന്നതാണ്. അതാണ് ആ നടുക്കുള്ള ആ കയറ് കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കൊണ്ടുവരുന്നത്. ഒരു കാറ് പൂഴ്ന്തി പോയതാ. ഫ്ലൈറ്റ് പോകുന്നു. ഞങ്ങളങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണ്. എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. കാരണം ഈ സംഭവമൊന്നും നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അച്ഛനെന്താ അരമണ്ഡലം. അങ്ങനെ ഞങ്ങൾ അതുപോലത്തെ വേറെ 2 ലൈറ്റ്സ് കൂടെ സെറ്റ് ചെയ്തു. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം ബ്രൈറ്റായി അവിടെ ആ ഏരിയ. നല്ല ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കൂൾ ഡ്രിങ്ക്സും വെള്ളവും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോള് അത് ഇനിയിപ്പോൾ കത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെ അങ്കിൾസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോള് കത്തിയിരുന്നാണ് അതിനൊരു പ്രത്യേക ഭംഗിയില്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് കത്തി വരുന്ന ഒരു പാറ്റേൺ. അപ്പോൾ ഞാനത് അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിൾമാർ ടെൻറ്റ് സെറ്റ് ചെയ്യുക കേട്ടോ. ഇവിടുത്തെ ചെറിയ മക്കൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെല്ലാവരും പുറത്തിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് സേഫായിരിക്കാൻ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. കത്തി ഇതെന്താ ജാനി ആണോ ഇന്നത്തെ ഉണ്ടാക്കി തുടങ്ങിയതല്ലേ? അതെന്താ, അത് ഇടാനുള്ള പാത്രമാണോ? ഓ
ഇതെന്താ ചെഗോങ്കിൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ, പുഴുങ്ങിയ മുട്ട, ചോക്കലാവ. സ്പൂൺ വേണ്ടേ? അമ്മ നടുക്കുന്ന പൊടി. അടിപൊളിയാ. ഞാൻ നിന്നെടുക്കാം. അടിച്ചു മതിയെടുക്കാം. ഇതൊക്കെ ഷാജനങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ട് ഒരു സ്ഥലത്തുനിന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന സ്വീറ്റ്സൊക്കെയാണ്. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല, അതാണ് ഞാൻ മെൻഷൻ ചെയ്യാതിരുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൈനു ആൻറ്റി നല്ല മസാലയൊക്കെ പെരക്കി കൊണ്ടുവന്ന ചിക്കനായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഗാർലിക് സോസും ഹമ്മൂസും അതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നാണ് ഉണ്ടാക്കിയിട്ട്. അയ്യോ അല്ല, എത്ര പെട്ടെന്ന് അതെടുത്ത ചൂടോടെ. ഇല്ലല്ലേ? വാവ്, സോഫ്റ്റ് സോഫ്റ്റ് മീറ്റ്, അടിപൊളി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഡിഷായ മട്ടൻ മന്തി എനിക്ക് കിട്ടി. അപ്പം ഞാൻ മാറിയിരുന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫാമിലീസ് എല്ലാവരും കൂടെ, അച്ഛനും അമ്മയും എല്ലാ അങ്കിൾമാരും അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ചു. നമ്മൾ ന്യൂ ഇയർ കൗണ്ട് ഡൗൺ ആവുന്ന വരെ അത്രയും നേരം നമ്മൾ ഫുൾ ഡാൻസും വൈബൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കൗണ്ട് ഡൗണിൻ്റെ ടൈം ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോഫി വീറ്റ് കേക്ക് എന്തായിരുന്നു, എനിക്കത് പുഡിംഗ് ആണോ കേക്കാണോ എന്ന് ഇപ്പോഴും അത് അത്ര മനസ്സിലായിട്ടില്ല. അതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു സാധനം. അപ്പോൾ എല്ലാവരും സ്പൂണൊക്കെ പിടിച്ച് സെറ്റായി നിൽക്കുകയാണ്. കൗണ്ട് ഡൗൺ ടൈമിൽ നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്നുള്ള പോലെ. അപ്പോൾ അതാണ് എല്ലാവരും ഇങ്ങനെ സ്പൂണൊക്കെ പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. എപ്പോ എണ്ണി തീരാനാ? അങ്ങനെ കുറച്ച് നേരത്തെ അന്താക്ഷരി കളിക്കൊക്കെ ശേഷം ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചു പോവാണ്. അപ്പോൾ വളരെ മെമ്മറബിൾ ആയിട്ടൊരു ന്യൂ ഇയർ കൂടിയായിരുന്നു ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് അബ്രോഡ് വന്നിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.